മുൻ DGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 5 വർഷത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ച്. മുൻ DGP സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധയ്ക്കെതിരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഏതായാലും ഈ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ പോലീസ് ഡ്രൈവർക്ക് ഇനിയെങ്കിലും നീതി ലഭ്യമാകുമെന്ന് കരുതാനാകുമോ? ക്രൈംബ്രാഞ്ചിന്റെ നടപടി ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കലോടുകൂടി ഒരുപക്ഷെ ഡ്രൈവർക്ക് നീതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ 5 വർഷത്തിന് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ സുദേശ് കുമാറിന്റെ മകളെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത 5.5 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല നിർണായകമായിട്ടുള്ള കേസുകളും അടിയന്തരമായി തന്നെ പ്രത്യേകിച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന DGPയുടെ നിർദ്ദേശമൊക്കെ തന്നെ ഈ കേസിൽ പാടെ അവഗണിച്ചിരുന്നു. പക്ഷേ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. DGPയുടെ മകളെ ജാമ്യമായി അധിക്ഷേപിച്ചെന്ന പരാതി ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് തള്ളിയിട്ടുണ്ട്. പോലീസായ ഗവാസ്കർ പരസ്യമായി കൈകാര്യം ചെയ്തെന്ന കേസ് ഗുരുതരമായി പരിക്കേറ്റ ഗവാസ്കർ ആശുപത്രി ചികിത്സ തേടിയതൊക്കെയാണ് സംഭവം പുറലോകം അറിയുന്നത്. മാധ്യമങ്ങളിലൂടെ അടക്കം ഇത് വലിയ രീതിയിലുള്ള വാർത്തയാവുകയും ചെയ്തിട്ടുള്ളൂ. എന്നാലും പിന്നീട് വലിയ വിവാദമായി മാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് പരാതി നൽകിയിരുന്നു. മകളെ ഡ്രൈവർ കടന്നു പിടിച്ച പരാതി ഉൾപ്പെടെ സുദേശ് നൽകിയൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മകൾക്കെതിരെ കുറ്റപത്രം നൽകാമെന്നും പരാതിയിൽ കഴമ്പില്ലെന്നും ക്രൈംബ്രാഞ്ച് SP നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിട്ടുള്ളത്. 2018 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്നിഗ്ധ എന്ന മകൾ മർദ്ദിച്ചതായി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തർക്കത്തെ തുടർന്ന് സ്നിഗ്ധ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവറായ ഗവാസ്കറിന്റെ കൈയിൽ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഗുരുതരമായ സ്നിഗ്ധയുടെ ഭാഗത്ത് നിന്ന് ഈ ഡ്രൈവർക്ക് നേരിടേണ്ടി വന്നതായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ DGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നീണ്ട 5.5 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ DGPയുടെ മകളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നൽകിയത്.